നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വലതുഭാഗത്ത് കാണുന്നത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ്. സ്പിന്നിംഗ് മില്ല് എത്തുന്നതിന് മുമ്പുള്ള ഭാഗങ്ങൾ. ഇവിടെ അവസാനഘട്ട വർക്കുകൾ അഥവാ അവസാനത്തെ ലെയർ ടാറിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒരു 4 ദിവസം മുമ്പ് 5 ദിവസമായിട്ട് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോൻ്റെ ഉദ്ദേശം നമ്മുടെ കടവ് റിസോർട്ടിൻ്റെ ഭാഗത്ത് കോഴിക്കോട് NH66 ബൈപ്പാസിൽ അറപ്പുഴ പാലത്തിൽ ഗർഡർ ലോഞ്ചിങ്ങിനുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ചെറിയൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. പൊതുവെ ഈ റോഡിൻ്റെ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നാൽ, അതല്ലെങ്കിൽ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ദിവസമാണ് ഒരു കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ. കാരണം എല്ലാ വീഡിയോ ഒരേപോലെ ആയിരിക്കും. ഒന്നേഘട്ട ടാറിങ് കഴിഞ്ഞ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് പഴയ പോലെ അത്ര വലിയൊരു കണ്ടൻറ്റുകൾ കിട്ടൂല. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ണൂർ വരെ യാത്ര ചെയ്തപ്പോൾ മാഹി ബൈപ്പാസിൻ്റെ ചെറിയൊരു ഷോർട്സ് വീഡിയോ എടുത്ത്, അങ്ങനെ കുറച്ച് ഷോർട്സ് വീഡിയോകൾ മാത്രമാണ് എടുത്തത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മാഹി ബൈപ്പാസ് പിന്നെ എല്ലാവരും കണ്ടു മടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ സാധാരണത്തെ പോലെ ഈ ഫസ്റ്റ് ഘട്ട ടാറിങ് പല ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളൂ. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്തുനിന്നാണ് അറപ്പുഴ പാലത്തിലേക്കുള്ള ഗർഡറുകൾ ഇവിടെയാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അറപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോവുക. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പോയി നോക്കുക എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന്. പിന്നീട് ഇവിടുത്തെ സർവീസ് റോഡാട്ടത് ബൈപ്പാസിൽ അത്യാവശ്യം നല്ല വീതിയുള്ള സർവീസ് റോഡാണ്. മലപ്പുറം ജില്ലയിലെ റീച്ചുകളിലും കുറച്ചുകൂടെ ഡ്രൈനേജ് വീതി കമ്മിയാണ്. അപ്പോൾ ഈ ഗർഡർ കൊണ്ടുപോകുന്ന ട്രോളി വാഹനമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. KNRCൻ്റെ പോലല്ല, ഇവിടെ ലോറിയിലാണ് ഫിറ്റ് ചെയ്ത മോഡലിലാണ് ട്രോളി ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. അതിന് ഇടയിലായിട്ട് അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ വർക്കും കൂടി കാണിക്കാം. പിന്നീട് ബൈപ്പാസിൻ്റെ വർക്കുകൾ ഈ റോഡ് നിരപ്പായ ഭാഗത്തൊക്കെ 6 വരിൻ്റെ വർക്കുകളൊക്കെ ആദ്യഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യമായിട്ട് കഴിയാനുള്ളത് ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ, അതേപോലെ തന്നെ പാലങ്ങളുടെ വർക്കുകളൊക്കെയാണ്. പിന്നീട് ഞാൻ ഇപ്പോഴും ഏറ്റവും കുറവ് വർക്ക് നടന്ന ഭാഗം നമ്മുടെ അദാനി ഗ്രൂപ്പ് കരാറെടുത്ത കോഴിക്കോട് വെങ്ങളം മുതൽ വടകര നമ്മുടെ മാഹി തലശ്ശേരി ബൈപ്പാസ് ആരംഭിക്കുന്നത് വരെയുള്ള ആ ഭാഗമാണ്. വാഗടാണ് അവിടുത്തെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറ്റ മോശമാണ് വർക്ക്. ഇന്നലെ ഞാൻ കണ്ടതാണ്. ഈ മലബാർ മേഖലയിൽ ഏറ്റവും പിന്നിലായിട്ട് വർക്ക് നടക്കുന്ന റീച്ചാണ് അദാനി എടുത്ത വാഗാട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന റീച്ച്. കോഴിക്കോട് ബൈപ്പാസൊക്കെ ഇപ്പോൾ നല്ല KMC ഒക്കെ നല്ല വേഗതയിൽ തന്നെയാണ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KMCക്ക് പിന്നെ അത്യാവശ്യം നല്ല വർക്കുകൾ വരുന്ന വലിയ ഫ്ലൈ ഓവറുകളും പാലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം പതുക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെയൊക്കെ കണ്ടോ, അവിടെ 6 വരിൻ്റെ ആദ്യഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ നല്ല റിസ്ക്കുള്ള വർക്കുകളാണെങ്കിലും അസംസ്കൃത വസ്തുക്കൾ മണ്ണിന് പോലെ മെറ്റലിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത റീച്ചാണ്. അവിടെ ഏകദേശമൊക്കെ നല്ല വേഗതയിൽ തന്നെ വർക്കുകൾ സമയത്തിന് തീരുന്നൊരു കോലത്തിൽ തന്നെയാണ് ഉള്ളത്. ഏകദേശം ഭാഗങ്ങളിലൊക്കെ 6 വരിൻ്റെ 1ാം ഘട്ട വർക്കുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ മുകളിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. 1ാം ഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിലെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്തോ ഒരു ചെറിയ വർക്ക് എടുക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് KMC വർക്ക് കഴിച്ച ഒരു അണ്ടർപാസിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നത്. നല്ല ബ്ലോക്കാട്ടോ താഴെ. തിങ്കളാഴ്ച രാവിലെയാണ്. പിന്നെ ഈ അണ്ടർപാസുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ മെയിൻ റോഡ് തുറക്കുന്നത് വരെ ഇതുപോലൊക്കെ തന്നെ ആകും. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അണ്ടർപാസിന് മുകളിലാണ് നിൽക്കുന്നത്. വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ അണ്ടർപാസ് തുറന്നു കൊടുത്താൽ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയാൽ ഈ ബ്ലോക്കുകളൊക്കെ പോകും.
KNRCൻ്റെ വർക്ക് പോലെയുള്ള അപ്രോച്ച് റോഡ് കുറച്ചുകൂടി കയറ്റം കൂടുതലായി ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ അതുണ്ടല്ലോ ഗർഡറിൻ്റെയും റോഡിൻ്റെ ഇടയിലുള്ള ആ സ്റ്റീലിൻ്റെ സംഭവത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. ഗർഡർ ലോഞ്ചിങ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ല. അങ്ങനെ അറപ്പുഴ പാലത്തിൽ ഗർഡറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ക്രെയിനിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഗർഡറുകൾ ഇങ്ങോട്ട് എത്തിക്കൽ ആരംഭിച്ചിട്ടില്ല. ചെറിയൊരു സൂചന നമ്മൾ കുറച്ച് ബാക്കിൽ നിന്ന് കിട്ടീനി. എന്തായാലും ക്രെയിനിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ എന്തായാലും ഗർഡറിൻ്റെ വർക്കുകൾ തുടങ്ങും. പിന്നെ ഇവിടെ ഇനിയും ഗിയർ ഗ്യാപ്പിൻ്റെ വർക്കുകൾ നടക്കാണ്ട് കേട്ടോ. പുഴേൻ്റെ കാഴ്ചകൾ കുറച്ച് കണ്ടോളി. ചാലിയാർ അപ്പോൾ കണ്ടോ, ആ ഭാഗത്തൊക്കെ ഇനിയും ഗർഡർ വെക്കണമെങ്കിൽ പിയർ ഗ്യാപ്പിൻ്റെ വർക്കുകൾ തീരാണ്ട്. അപ്പോൾ ഇവിടെ ഗർഡറുകൾ വെച്ച് വരുന്ന സമയം കൊണ്ട് ഒരു പക്ഷേ അവിടുത്തെ വർക്കുകൾ തീർക്കാനായിരിക്കും പരിപാടി. അത്യാവശ്യമൊക്കെ പുഴേൻ്റെ കുറച്ച് ഉള്ളിലോട്ടായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. മഴ വരുന്നതിന് മുന്നേ വർക്കുകൾ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, ഇല്ലെങ്കിൽ പണി കിട്ടും. ചാലിയാറാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ വീഡിയോക്ക്. എന്തായാലും ഈ വീഡിയോ ഈ പാലം കഴിഞ്ഞ് ആ അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് അവസാനിപ്പിക്കും. പിന്നീട് അങ്ങോട്ടുള്ള വർക്കുകളൊന്നും വലിയ മാറ്റം എന്ന് പറയാനുള്ള വർക്കുകളൊന്നുമില്ല. കുറച്ച് ദിവസം മുന്നേ വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്കടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല കണ്ടൻറ്റുകൾ കിട്ടുന്ന സമയത്ത് നല്ല വർക്കുകൾ എവിടെയാണോ നടക്കുന്നത് ആ സമയത്ത് തന്നെ അതാത് വർക്കുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും. വെറുതെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടക്കാത്ത ഭാഗങ്ങളിൽ നീട്ടി വലിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.